നമസ്കാരം. സാരി റൈസ് പ്ലസിൻ്റെ പുതിയൊരു ഓൺലൈൻ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നേരത്തെ പഠിച്ച് കഴിഞ്ഞ ഒരു ടോപ്പിക്കാണ് ICA എന്ന് പറയുന്നത്. ICA എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും ചോദിക്കാൻ സാധ്യതയുള്ളതും കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനാണിത്. അപ്പോൾ ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വെൻ വാസ് ദ ICA ഫൗണ്ടഡ്? ICA കണ്ടെത്തിയ വർഷം ഏതാണ് അല്ലേ? അപ്പോൾ ICA കണ്ടെത്തിയ വർഷം 19 ഓഗസ്റ്റ് 1885, 19 ഓഗസ്റ്റ് 1895, 19 ഓഗസ്റ്റ് 1905, 19 ഓഗസ്റ്റ് 1900 അല്ലേ? അപ്പോൾ ഇതിൽ 1895 ആണ് എന്ന് നമുക്കറിയാം. ആ ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 19 ഓഗസ്റ്റ് 1895 ആണ് അല്ലേ? അപ്പോൾ ICA കണ്ടെത്തിയ വർഷം 1895 ആണ്. അപ്പോൾ ഈ ഒരു സെഷൻ കാണുന്നവർ ഉറപ്പായിട്ടും ICAയുടെ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാവൂ. കാരണം അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത് സംസാരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഉറപ്പായിട്ടും ആ ഒരു സെഷൻ കണ്ടതിന് ശേഷം മാത്രം ഇത് കാണാൻ വേണ്ടി ശ്രമിക്കുക. അടുത്ത്, വേർ വാസ് ദ ഫസ്റ്റ് ICA കോൺഗ്രസ് ഹെൽഡ് ഇൻ 1895? അതായത് 1895 ആദ്യത്തെ ICA കോപ്പറേറ്റീവ് കോൺഗ്രസ് നടന്നത് എവിടെയാണ് അല്ലേ? ജനീവ ഉണ്ട്, അതുപോലെ ബ്രസൽസ് ഉണ്ട്, ലണ്ടൻ ഉണ്ട്, പാരീസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയാം. 1895 ആദ്യത്തെ കോൺഫറൻസ് നടന്നത് 19 ഓഗസ്റ്റ് 1895 മുതൽ 23 ഓഗസ്റ്റ് 1895 വരെയാണ് ആദ്യത്തെ കോൺഫറൻസ് നടന്നത് അല്ലേ? എവിടെ വെച്ചിട്ടായിരുന്നു? ലണ്ടനിൽ വെച്ചിട്ടാണ് അല്ലേ? അപ്പോൾ ആൻസർ എന്താണ്? ലണ്ടൻ. ഓക്കെ അല്ലേ? ശരി. അടുത്ത, വാട്ട് ഈസ് ദ ഹയസ്റ്റ് അതോറിറ്റി ഓഫ് ICA? ICAയുടെ ഏറ്റവും വലിയ ആൾ ആരാണ്? ICAയുടെ ആ ഒരു സ്ട്രക്ചറിനെ നമ്മൾ ഓർഗാനിക് ഗ്രാം എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ICAക്ക് നമുക്ക് 3 ടയറിലായിട്ട് നമ്മൾ എന്തോന്ന് സ്ട്രക്ചറിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ ഓർഗാനിക് ഗ്രാം എന്നാണ് നമ്മൾ വിളിക്കുക. ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ ആ ഓർഗനൈസേഷൻ സ്ട്രക്ചറിലെ ഏറ്റവും ഹയസ്റ്റ് ആരാണ്? അപ്പോൾ ഇത് പഠിപ്പിച്ച സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു, ഒരു സാധാരണ സ്ഥാപനം പോലെ തന്നെയാണ് എന്ന് പറയുന്ന ICA എന്ന് പറയുന്നത്. പക്ഷേ ICAയുടെ ഏറ്റവും വലിയ ജനറൽ ബോഡി അല്ലേ? ജനറൽ ബോഡിയെ തന്നെ നമ്മൾ വേറൊരു പേരിലാണ് വിളിക്കുന്നത്. ICAയുടെ ജനറൽ ബോഡിയെ നമ്മൾ വേറൊരു പേര് വിളിക്കുന്നു എന്ന് ഞാൻ അന്നേ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്, സെക്രട്ടേറിയറ്റ് ഉണ്ട്, ജനറൽ അസംബ്ലി ഉണ്ട്, പ്രസിഡൻസ് കൗൺസിൽ ഉണ്ട് അല്ലേ? അപ്പോൾ ഇതിന് ഉത്തരവെന്ന് പറയുന്നത് ഏതാണ്? ICAയുടെ ഹയസ്റ്റ് അതോറിറ്റി എന്ന് പറയുന്നത് ഏതാണ്? ജനറൽ അസംബ്ലിയാണ്. കാരണം എല്ലാവരും അംഗങ്ങളായിട്ട് വരുന്നത് ഏതിലാണ്? ജനറൽ അസംബ്ലിയാണ്. ജനറൽ ബോഡിക്ക് തത്തുല്യമായിട്ടുള്ള, അത് സാധാരണ സംഘത്തിലെ ജനറൽ ബോഡിക്ക് തത്തുല്യമായിട്ടുള്ള ഒരു ബോഡിയാണ്, സുപ്രീം അതോറിറ്റിയാണ് എന്ന് പറയുന്നത് നമ്മുടെ ജനറൽ അസംബ്ലി കേട്ടോ. അപ്പോൾ അതാണ് അതിന് ഉത്തരവായിട്ട് വരുന്നത്. ഇനി അടുത്ത്, in which year did ICA adopt the revised statement on cooperative identity? കോപ്പറേറ്റീവ് ഐഡൻറ്റിറ്റിയുടെ റിവൈസ്ഡ് സ്റ്റേറ്റ്മെൻറ്റ് അഡോപ്റ്റ് ചെയ്ത വർഷം ഏതാണ് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ 90, 93, 95, 2000. അപ്പോൾ ഇതിൽ ഒരൊറ്റ ഡേറ്റേ ഉള്ളൂ, ICA ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരൊറ്റ ഡേറ്റ ഇതിനകത്ത് പറയുന്നുള്ളൂ. ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരൊറ്റ ഡേറ്റേ ഉള്ളൂ, 1995 അല്ലേ? 1995 ICA അവരുടെ കോപ്പറേറ്റീവ് ഐഡൻറ്റിറ്റിയുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ എന്ത് ചെയ്ത് റിവൈസ് ചെയ്ത് അഡോപ്റ്റ് ചെയ്തത് കേട്ടോ. ശരി. അടുത്ത്, ഹൂ വെയർ ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ICA? ICAയുടെ ആദ്യകാല പ്രസിഡന്റുമാർ ആരൊക്കെയായിരുന്നു? ICAയുടെ ആദ്യകാല പ്രസിഡന്റുമാർ ആരൊക്കെയായിരുന്നു? സിമ്പിളായിട്ട് പറയാം. EV ഗ്രീന് അല്ലേ? പിന്നെ ഹെൻറി W ഉൾഫ്, ഏൾ ഗ്രേ ഹെൻറി W ഉൾഫ്, ഏൾ ഗ്രേ VT കൃഷ്ണമാചാരി, രാംദാസ് പന്തലു, അതുപോലെ ഏൾ ഗ്രേ. ഇതിൽ EV ഗ്രീൻ എന്ന് പറയുന്ന ആദ്യത്തെ സെക്രട്ടറിയാണ്. ഏൾ ഗ്രേയും പിന്നെ ഹെൻറി W ഉൾഫും അല്ലേ? ഇതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. ഏൾ ഗ്രേയും ഹെൻറി W ഉൾഫും ആണേ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി ഏൾ ഗ്രേയും VT കൃഷ്ണമാചാരി ഉണ്ട്. VT കൃഷ്ണമാചാരി എന്ന് പറഞ്ഞാൽ ജനറൽ അസംബ്ലി അഭിസംബോധന ചെയ്തുകൊണ്ട് ICAയിൽ സംസാരിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ആദ്യത്തെ ഇന്ത്യക്കാരനാണ് VT കൃഷ്ണമാചാരി. രാമദാസ് പന്താലു ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ റെപ്രസെൻറ്റേറ്റീവാണ് രാമദാസ് പന്താലു. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ എഡ്വേർഡ് ഓവൻ ഗ്രീനിങ് എന്ന് പറയുന്നത് സെക്രട്ടറിയാണ് കേട്ടോ, ICAയുടെ സെക്രട്ടറിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വെയർ വാസ് ദ ICA ഹെഡ് ക്വാർട്ടർ ലൊക്കേറ്റഡ് അപ് ടു 1982? 1982 വരെ ICAയുടെ ആസ്ഥാനം എവിടെയായിരുന്നു അല്ലേ? 1982 വരെ ICAയുടെ ആസ്ഥാനം ജനീവ സ്വിറ്റ്സർലൻഡ്, ബ്രസൽസ് ബെൽജിയം, ലണ്ടൻ ഇംഗ്ലണ്ട്, ന്യൂയോർക്ക് USA അല്ലേ? എവിടെയായിരുന്നു ആദ്യം 1982 വരെ? ലണ്ടനിലായിരുന്നു അല്ലേ? ഇംഗ്ലണ്ട് ലണ്ടനിലായിരുന്നു. പിന്നീട് 82 മുതൽ 2013 വരെ ജനീവയിലും 2013 മുതൽ കറണ്ട് ബ്രസൽസുമാണ് അല്ലേ സ്ഥിതി ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് കേട്ടോ. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുവാണ്. ഇത് എൻ്റെ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടിട്ട് വന്നേ ഈ ഒരു പോർഷൻ എന്ത് ചെയ്യാവും, നിങ്ങൾ അറ്റൻഡ് ചെയ്യാവേ. ശരി. അടുത്ത, ഇൻ വിച്ച് ഇയർ ദ ICA ഹെഡ് ക്വാർട്ടർ ഷിഫ്റ്റഡ് ഫ്രം ജനേവ ടു ബ്രസൽസ് അല്ലേ? ഏത് വർഷമാണ് ICA ഹെഡ് ക്വാർട്ടർ ജനേവയിൽ നിന്ന് ബ്രസൽസിലോട്ട് പോയത്?
ജനീവയിൽ നിന്നും ബ്രസൽസിലോട്ട് പോയത് 2010, 11, 12, 13 അല്ലേ? ഏത് വർഷമാണ്? 10, 11, 12, 13. ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവയിൽ നിന്ന് ബ്രസൽസിലോട്ട് പോയത് 2013 കേട്ടോ. 13 നമ്മൾ നേരത്തെ പറഞ്ഞതായിരുന്നു, 2013. അടുത്ത് ഐസിയുടെ നിലവിലെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഐസിയുടെ നിലവിലെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ലണ്ടൻ, ഇംഗ്ലണ്ട്, ജനീവ, സ്വിറ്റ്സർലൻഡ്, ബ്രസൽസ്, ബെൽജിയം, പാരീസ്, ഫ്രാൻസ്. കറണ്ട് ആസ്ഥാനം, ഐസിയുടെ ആസ്ഥാനം അല്ലേ, ബ്രസൽസ്, ബെൽജിയമാണ് അല്ലേ. 2013 ആസ്ഥാനത്തെ മാറ്റി ജനീവയിൽ നിന്ന് എവിടേക്ക് കൊണ്ടുവന്നു? ബ്രസൽസിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോഴും സ്റ്റിൽ എവിടെ തന്നെയാണ്? ബ്രസൽസ്, ബെൽജിയം തന്നെയാണ് അല്ലേ. ശരി, അപ്പോൾ അതാണ് അതിൻ്റെ ഉത്തരം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഫുൾ ഫോം ഓഫ് സീമാസ്. ഞാനിത് പഠിപ്പിച്ച സമയത്ത് ഒരുപാട് പറഞ്ഞതാണ് അല്ലേ. സീമാസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിനെ പറ്റിയിട്ട് പരീക്ഷയ്ക്ക് വളരെയധികം പ്രാധാന്യമുള്ളൊരു പ്രോഗ്രാമാണ്. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഒരുപാട് തവണ ഇതിൻ്റെ ഫുൾ ഫോം എന്ത് ചെയ്തിട്ടുണ്ട്, ഫില്ലിൻ ദ ബ്ലാങ്ക് ഒക്കെ ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ പ്രധാനമുള്ളൊരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. കോർപ്പറേഷൻ, എഡ്യൂക്കേഷൻ, മെറ്റീരിയൽസ്, അഡ്വൈസറി, സർവീസ് അല്ലേ. അപ്പോൾ അതാണ് സീമാസ് എന്ന് പറയുന്നത്. കോർപ്പറേഷൻ, എഡ്യൂക്കേഷൻ, മെറ്റീരിയൽസ്, അഡ്വൈസറി, സർവീസ്. ഏതാണ്? ഓപ്ഷൻ സി ആണ് എന്ത് ഉത്തരം അല്ലേ. ഏതാണ്? കോർപ്പറേഷൻ, എഡ്യൂക്കേഷൻ, മെറ്റീരിയൽസ്, അഡ്വൈസറി, സർവീസ്. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ വാസ് ദ ICA ലോഗോ കൂപ്പ് ഇൻട്രൊഡ്യൂസ്ഡ്? കൂപ്പ് എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡ് അല്ലെ, ലോഗോയാണ് അല്ലെ. കൂപ്പ് മാർക്കി എന്ന് പറഞ്ഞിട്ട് ഒരു ലോഗോയുണ്ട്. പുതിയൊരു തീമാണ് ഏത്, നമ്മുടെ ICAയുടെ അല്ലെ, ബ്രാൻഡാക്കുക, കോർപ്പറേഷനെ ബ്രാൻഡാക്കുക, കോപ്പറേറ്റീവ്സിനെ ബ്രാൻഡാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ആരംഭിച്ചിട്ടുള്ള ഒരു തീമാണ്. അപ്പോൾ കൂപ്പ് എന്ന് പറയുന്ന ഈ ഒരു ലോഗോ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് വർഷമാണെന്ന് കേട്ടാൽ 2013 ഈ ഒരു ലോഗോ എന്ത് ചെയ്തത്, ഇൻട്രൊഡ്യൂസ് ചെയ്തത് കേട്ടോ. ഡെയിം പോളിൻ ഗ്രീൻ ആയിരുന്നു ആ ഒരു സമയത്ത് ICAയുടെ എന്തെന്ന് പറയുന്ന പ്രസിഡൻറ്റ്, ഫസ്റ്റ് വുമൺ പ്രസിഡൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ശരി, ഇനി വിച്ച് വൺ ഓഫ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ICA അല്ലേ, ഇതിലേതാണ് ICAയുടെ ഒബ്ജക്റ്റീവ് എന്നാണ് ചോദിക്കുന്നത്. ടു റെഗുലേറ്റ് നാഷണൽ ബാങ്കിങ് സിസ്റ്റം, നാഷണൽ ബാങ്കിങ് സിസ്റ്റത്തെ റിലേറ്റ് ചെയ്യുക. ടു പ്രൊമോട്ട് വേൾഡ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുക. ടു കൺട്രോൾ ഇൻ്റർനാഷണൽ ട്രേഡ് കൺട്രോൾ ചെയ്യുക. ടു മോണിറ്റർ ഗ്ലോബൽ ഇലക്ഷൻസ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ടു പ്രൊമോട്ട് വേൾഡ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. ഓക്കെ, ശരി, അപ്പോൾ ഓപ്ഷൻ ബി ആണ്, ടു പ്രൊമോട്ട് വേൾഡ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ആണേ. ഓക്കെ, ശരി. അടുത്ത, ഇൻ വിച്ച് ഇയർ ഡിഡ് ICA കൺഫേം ഇറ്റ്സ് പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി? ICA അവരുടെ പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി കൺഫേം ആക്കിയ വർഷം ഏതാണ്? 895, 896, 946, 995 അല്ലേ. ഏതാണ്? 1896 പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി അല്ലേ. 1895 ICA നിലവിൽ വന്നിട്ടുള്ള വർഷമാണ്. തൊട്ടടുത്ത വർഷം പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി കൺഫേം ആക്കി. 1946 കൺസൾട്ടേറ്റീവ് സ്റ്റാറ്റസ്. 1995 എന്തോന്നുണ്ടായി? നമ്മുടെ അഡോപ്റ്റേഷൻ ഓഫ് റിവ്യൂഡ് കോപ്പറേറ്റീവ് ഐഡൻറ്റിറ്റി. ഓക്കെ, അപ്പോൾ ആൻസർ 1896. എടാ, ഇതിൽ ഓപ്ഷനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഓപ്ഷനിൽ സി എന്ന് പറയുന്നു 1946 എന്ന് പറയുന്നുണ്ട്, തെറ്റാണ് കേട്ടോ. 1896 ആണ് കേട്ടോ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. 1896 ആണേ. അപ്പോൾ അത് ഒന്ന് മാറ്റി പഠിച്ചു കൊള്ളണം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വന്നപ്പോഴത്തേക്ക് അത് ജസ്റ്റ് ഒരു എഡിറ്റ് മിസ്റ്റേക്ക് ഉണ്ടായതാണ്. ഓക്കെ, അപ്പം 1946 അല്ല 1896 ആണ് കേട്ടോ പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി. അപ്പോൾ അത് നന്നായിട്ടൊന്ന് നോക്കി വെക്കണം. ഓക്കെ, ശരി. അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഒഫീഷ്യൽ പബ്ലിക്കേഷൻ ഓഫ് ICA? ICAയുടെ ഒഫീഷ്യൽ പബ്ലിക്കേഷൻ അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ഓക്കെ, കോപ്പറേറ്റീവ് ട്രേഡ് ഡയറക്ടറി ഒക്കെയാണ്. ICA ബുള്ളറ്റിൻ ആണ്. കോപ്പറേറ്റീവ് ഇൻസൈഡർ ആണ്. ദ ഗ്ലോബൽ കോപ്പറേറ്റീവ് ലെഡ്ജർ അല്ലേ. അപ്പോൾ ഇത് ICAയുടെ പബ്ലിക്കേഷൻ ആണോ ദ ഗ്ലോബൽ കോപ്പറേറ്റീവ് ലെഡ്ജർ എന്ന് പറയുന്നത്? അല്ല. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത് ICAയുടെ ഒഫീഷ്യൽ പബ്ലിക്കേഷൻ അല്ലാത്തത് ഏത് എന്നാൽ ദ ഗ്ലോബൽ കോപ്പറേറ്റീവ് ലെഡ്ജർ ആണ്. ഓക്കെ, ശരി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്വാർട്ടർലി പബ്ലിക്കേഷൻ ഓഫ് ICA അല്ലേ. ICAയുടെ ക്വാർട്ടർലി പബ്ലിക്കേഷൻ ആയത് ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ കോപ്പറേറ്റീവ് ട്രേഡ് ഡയറക്ടറി ഉണ്ട്, ICA ബുള്ളറ്റിൻ ഉണ്ട്, കോപ്പറേറ്റീവ് ഇൻസൈഡർ ഉണ്ട്, ദ റിവ്യൂ ഓഫ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിന് ഉത്തരവെന്ന് പറയുന്നത് നമ്മൾ അന്ന് പഠിച്ച സമയത്തെ പറഞ്ഞതാണ്. ഏതാണ്? ICA ബുള്ളറ്റിനാണ്. ഓക്കെ, ICA ബുള്ളറ്റിനാണ് ഇതിൻ്റെ ക്വാർട്ടർലി പബ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ICA ബുള്ളറ്റിനാണ്. ഓക്കെ, അടുത്ത്, UN ആദ്യമായിട്ട് അന്താരാഷ്ട്ര സഹകരണ വർഷം ആചരിച്ചത് ഏത് വർഷമാണ് അല്ലേ. അപ്പോൾ UN ഏത് വർഷമാണ് ആദ്യമായി അന്താരാഷ്ട്ര സഹകരണ വർഷമായിട്ട് ആചരിച്ചത്? ഓക്കെ, അപ്പോൾ അന്താരാഷ്ട്ര സഹകരണ വർഷമായി ആചരിച്ച ആദ്യത്തെ വർഷം ഏതാണെന്നാണ് ചോദ്യം. 2000, 2008, 2012, 2015. അപ്പോൾ ഏതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്? 2012 ആണ് അല്ലേ. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 2025 അന്താരാഷ്ട്ര സഹകരണ വർഷമായിട്ട് UN ആചരിക്കുകയുണ്ടായി കേട്ടോ. 2012 അന്താരാഷ്ട്ര സഹകരണ വർഷമാണേ. ശരി. അടുത്ത, ICA റോപ്പ് അറിയാമല്ലോ. ICA റീജിയണൽ ഓഫീസ് ഫോർ ഏഷ്യ പസഫിക്
എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം. അപ്പോൾ ഇത് നിലവിൽ വന്ന വർഷം എന്തെന്ന് ചോദിച്ചാൽ 1960 കേട്ടോ, 1960. ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ സെലിബ്രേറ്റഡ് ഓൺ വിച്ച് ഡേ? ഏത് ദിവസമാണ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ ആചരിക്കുന്നത്? ഫസ്റ്റ് മൺഡേ ഓഫ് ജൂലൈ, ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂലൈ, ഫസ്റ്റ് സൺഡേ ഓഫ് ജൂലൈ, ജൂലൈ 1 എവറി ഇയർ അല്ലേ? അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂലൈ ആണ് അല്ലേ? ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കൊപ്പാക് അല്ലേ, കൊപ്പാക്കിൻ്റെ ഫുൾ ഫോം എന്താണ്? അപ്പോൾ കൊപ്പാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ, പഠിപ്പിച്ച സമയത്ത് പറഞ്ഞായിരുന്നു. എന്തോന്നാണ് നമ്മുടെ ഈ ഒരു കമ്മിറ്റി എന്ന് പറയുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഈ ICAയുടെ എന്തിനു വേണ്ടിയിട്ടാണ്? തീം അല്ലേ, നമ്മുടെ കോപ്പറേറ്റീവ് ഡേയിൻ്റെ തീമൊക്കെ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥാപനമാണ് എന്ന് പറയുന്നത് കൊപ്പാക്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കൊപ്പാക്കിൻ്റെ ഫുൾ ഫോം എന്തോന്നാണ് അല്ലേ? കൊപ്പാക്ക് എന്ന് പറഞ്ഞാൽ കമ്മിറ്റി ഫോർ ദ പ്രൊമോഷൻ ആൻഡ് അഡ്വാൻസ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ്സ് ആണ് ഏതെന്ന് പറയുന്നത് കൊപ്പാക്ക്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ, അതുകൊണ്ട് ഉറപ്പായിട്ടും പഠിച്ചു വയ്ക്കുക. കമ്മിറ്റി ഫോർ ദ പ്രൊമോഷൻ ആൻഡ് അഡ്വാൻസ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ്സ്. ഓക്കെ, ശരി, ഓപ്ഷൻ ബി ആണ് കേട്ടോ, ഓപ്ഷൻ ബി. ICAO ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ നിലവിൽ വന്ന വർഷം അല്ലേ? 24, 47, 51, 60. ആൻസർ എത്രയാണ്? 51 അല്ലേ? 1951 ICAയുടെ സെക്ടറൽ ഓർഗനൈസേഷൻ. 8 സെക്ടറൽ ഓർഗനൈസേഷൻ ഉണ്ട്, അതിലൊരു ഓർഗനൈസേഷനായിട്ടുള്ള ICAO നിലവിൽ വന്നത് 1951. ഓക്കെ അല്ലേ? ശരി, അടുത്ത് വിച്ച് ഓർഗനൈസേഷൻ ഇനിഷ്യേറ്റഡ് കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേഷൻ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേഷൻ നടത്തുന്ന സ്ഥാപനം ഏതാണ് അല്ലേ? നബാർഡ്, NCDC, NCUI, RBI. ഏതാണ്? NCUI ആണ് കേട്ടോ. വിച്ച് ഇയർ ഡിഡ് ദ UN ഡിക്ലെയർ ദ സെക്കൻഡ് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ്? രണ്ടാം അന്താരാഷ്ട്ര സഹകരണ വർഷമായിട്ട് ആചരിച്ചത് ഏതാണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞതാണ്, 2025. ഓക്കെ അല്ലേ? അടുത്ത് കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേഷൻ. ഇന്ത്യയിൽ കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേഷൻ ആരംഭിച്ചത് ഏത് വർഷം മുതലാണെന്ന് ചോദിച്ചാൽ 1954 മുതലാണ് ഇന്ത്യയിൽ കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേഷൻ ആരംഭിച്ചത് കേട്ടോ, 1954. അടുത്ത് യുണൈറ്റ്, റെപ്രസെൻ്റ് ആൻഡ് സെർവ്. ഇത് ആരുടെ മോട്ടോയാണ് അല്ലേ? യുണൈറ്റ്, റെപ്രസെൻ്റ് ആൻഡ് സെർവ്. ICA എന്ന് പറയുന്ന ഭാഗം പഠിപ്പിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഈ ഒരു മോട്ടോ പറഞ്ഞാണ് തുടങ്ങിയത്, യുണൈറ്റ്, റെപ്രസെൻ്റ് ആൻഡ് സെർവ് അല്ലേ? ഇപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാണ് ഇത് ഏത് സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ടതെന്ന് ചോദിച്ചാൽ ICAയുടെ എന്തോന്നാണ് മോട്ടോയാണ് ഏതെന്ന് പറയുന്നത്? യുണൈറ്റ്, റെപ്രസെൻ്റ് ആൻഡ് സെർവ് എന്ന് പറയുന്നത് കേട്ടോ. ശരി, അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് കാണുന്നവരെ നന്ദി, നമസ്കാരം.